ഇതാണ് എന്നെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ. ഇനി ഓരോരുത്തരായിട്ട് അവരവരുടെ ഇൻട്രൊഡക്ഷൻ ഒന്ന് തരാമോ? ഞാൻ പേര് വിളിക്കാം അതനുസരിച്ച്. ഓക്കെ, ആദിത്യ വിനോദ്. ഹലോ മാം. ഓക്കെ, കേൾക്കുന്നുണ്ട്. ആദിത്യനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാവോ? എന്റെ പേര് ആദിത്യ. എനിക്ക് 20 വയസ്സുണ്ട്. എന്റെ വീട് എറണാകുളത്താണ്. പിന്നെ മെയിനായിട്ട് ഞാൻ ഡാൻസ് ആണ് ഫോക്കസ് ചെയ്തിരുന്നത്. ബിൽഡിംഗ് എടുക്കാൻ വേണ്ടി ജർമ്മൻ കോഴ്സ് പഠിക്കുന്നു. ഓക്കെ. ദിയ. എന്റെ പേര് ദിയ. ഞാൻ ഫസ്റ്റ് ഇയർ ആണ്. ഇവിടെ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ദിയ ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ല. ഒന്നുകൂടി ഒന്ന് പറയാവോ? കേൾക്കാവോ? ആ, ചെറിയ പ്രശ്നമാണ്, സാരമില്ല, പറഞ്ഞോ ദിയ. എന്റെ പേര് ദിയ. ഞാനിവിടെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുവാണ്. എനിക്ക് 26 വയസ്സുണ്ട്. ഞാൻ ജോബായിട്ട് പോകാൻ വേണ്ടിയാണ് നോക്കുന്നത്. ഞാനൊരു അനസ്തീഷ്യ ടെക്നീഷ്യനാണ്. സന്ദേശ ബി. എങ്ങനെ അത് പേരെങ്ങനെ പറയുന്നത്? സന്ദേശ തന്നെയാണോ? ഓക്കെ. അജിത് കുമാർ. ഹായ്. ഹായ്. പറയട്ടെ. ഹായ് എവരിവൺ. എൻ്റെ പേര് അജിത്ത് എന്നാണ്. നാട് തലയിൽപ്പുറം, കോട്ടയം എറണാകുളം ബോർഡർ ആയിട്ട് വരും. ഞാൻ കറന്റ് ബാംഗ്ലൂർ വർക്ക് ചെയ്യുക ഗ്രാൻഡ് ഡിസൈനർ ആയിട്ട്. ഇൻട്രസ്റ്റിംഗ് ഡിസൈനിങ്, ഡ്രോയിങ് ഒക്കെയാണ്. ഇപ്പോൾ ഡിഗ്രി മാസ്റ്റർ എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തൊരു മാസ്റ്റർ ചെയ്യാൻ വേണ്ടി ജർമ്മനി പോകാൻ പ്ലാൻ ചെയ്തു. ഓക്കെ. ഗ്രേസ്. ഹാ, ഓക്കെ. ഗ്രേസ് മരിൻ സജി. Hello, ഹലോ. myself Grace. I am from Ernakulam, Molamjirti. Currently, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. സ്റ്റാഫ് നഴ്സായിട്ട്. ആ. അവിടെ ജോബ് വേക്കൻസി നോക്കാനായിട്ടാണ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് സുഷ്മിത. Hello ma'am, ഞാൻ സുഷ്മിത ആണ്. And I'm from Mangalore. I'm studying BSc, this one, working as BSc nurse. And Okay. Sandesh also from Mangalore. He's dialysis technician. Actually, he's my Okay. husband. ഓക്കെ, താങ്ക് യു. Okay. അമൽ. ഹലോ മാം, പറയുന്നത് കേൾക്കാം? ക്ലിയർ ആണോ? കേൾക്കാം, ക്ലിയർ ആണ്. മാം എൻ്റെ പേരാണല്ലോ, ഞാൻ ഇടുക്കിന്നാണ്. അപ്പൊ ഞാൻ ജനറൽ നഴ്സിംഗ് ജസ്റ്റ് പാസ് ഔട്ട് ആയതേ ഉള്ളൂ. അപ്പൊ ഇനി വർക്കിംഗ് ഞാൻ നോക്കാൻ ഓർത്തില്ല, അങ്ങനെ ജോലിക്കണം. ഓക്കെ, അപ്പൊ ഇടുക്കി തന്നെ പ്ലാൻ ആണോ BSc നഴ്സിംഗ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ? അല്ല, ഞാൻ കേരളത്തിലെവിടെ, ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ഞാനിപ്പോ കേരളത്തിലെവിടെയും ഇപ്പൊ റിസൾട്ട് ഒക്കെ വന്നല്ലേ ഉള്ളൂ, രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയും കയറാന്നൊക്കെ ഓർത്തിരിക്കുന്നു. ജർമ്മനോട് ഞാൻ പഠിക്കാറ്. ഇനി മുസിന ഫാത്തിമ. ഹലോ മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്റെ പേര് മുസിന ഫാത്തിമ. ഞാൻ CFFT ടെക്നീഷ്യൻ ആണ്. ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ്. CFFT OT ടെക്നീഷ്യൻ രണ്ട് കോഴ്സും കൂടെ ഒരുമിച്ച് എടുത്തതാ. ഹൈദരാബാദ് പഠിച്ചതല്ല. അപ്പോ ഇപ്പോ പുറത്തു പോകണമെന്ന ആഗ്രഹം വന്നതുകൊണ്ടാണ് ഇവിടെ വന്നത്. പിന്നെ
ഇപ്പോ കേരളത്തിലെ മലപ്പുറത്താണ് വീട്. ഓക്കെ, മലപ്പുറത്താണ്. ഓക്കെ ഓക്കെ. അതെ. ഇനി അടുത്ത വിവേക്. ഹായ് എവരിവൺ. കേൾക്കാമോ? കേക്കാം. എൻ്റെ പേര് വിവേക്. ഞാൻ നാട്ടിൽ മാവേലിക്കരയിൽ നിന്നാണ്, ആലപ്പുഴ ഡിസ്ട്രിക്ട്. എനിക്ക് ആക്ച്വലി മെഡിക്കൽ ഫീൽഡുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ആക്ച്വലി സെയിൽസിലാണ്. ഞാൻ ഓക്കെ. ബഹ്റൈനിലാണ് വർക്ക് ചെയ്യുന്നത്. ആ എൻ്റെ വൈഫ് നേഴ്സാണ്. അപ്പം പുള്ളിക്കാരി ജർമ്മൻ പഠിക്കുന്നുണ്ട് ഇപ്പം. ആ അപ്പോൾ മൈഗ്രേറ്റ് ചെയ്യാൻ പ്ലാനാണ്. ദാറ്റ്സ് വൈ ഇപ്പം ഓക്കെ ജർമ്മനി. ഓക്കെ. ഇനി ആൽഡസ്. ആൽഡസ്. ഞാനിപ്പോ യുഎയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഓക്കെ. ചേർന്നത്. അപ്പൊ അവിടെ ജോബ് വിസ ഒക്കെ വേണ്ടിയാ? ജോബ് അങ്ങനത്തെ ജോബ്സ് നോക്കാം. ഓക്കെ ഓക്കെ. ഇനി ഉണ്ണിയാഴ്ച. ഹായ്. പേര് അത് തന്നെയായിരുന്നോ? അല്ലല്ല, പിന്നെ പേര് മരിയ. ഓക്കെ. ആ ഞാനിപ്പോ +2 കഴിഞ്ഞിട്ട് 1 ഇയർ ആയി. ഞാനിപ്പോ വീടിനടുത്ത ഒരു ഹോമിയോ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ്. ഓ, ഹോമിയോ ക്ലിനിക്ക് വർക്ക് ചെയ്യുമായിരുന്നോ? ആ ഓക്കെ ഓക്കെ. അതിന്റെ ഇടയ്ക്ക് വേറെ കോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല? ഞാൻ 6th മന്ത് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ മെഡിക്കൽ ഫീൽഡ് ആയിട്ട് തന്നെ. ആ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. ഇപ്പോ ജർമ്മനിലേക്ക് നോക്കാനായിട്ട് അങ്ങനെ. ഓക്കെ. ഗീതാദേവി. ഇല്ല. ഹംസ. ഹായ് മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഐ എം ഹംസ. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ആ ഞാൻ ഇപ്പൊ കൊച്ചിയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഓക്കെ ഹൗസ് ബിൽഡിംഗ് നോക്കാൻ വേണ്ടിയിട്ടാണ് ജർമ്മനി പഠിക്കുന്നത്. ഓക്കെ. ഏത് ഹൗസ് ബിൽഡിംഗാ? എനിക്ക് നഴ്സിംഗ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നഴ്സിംഗോ? ഉം. എൽസ. ഷെറിൻ. സായൻ. ഇൻട്രൊഡക്ഷൻ കേട്ടത് കാണുമ്പോഴത്തേക്ക് അവരെല്ലാവരും പോയി കാണും. ഓക്കെ, ഇപ്പൊ എല്ലാവരും മനസ്സിലായല്ലോ. എല്ലാവർക്കും അവനവന്റെ ക്ലാസ്മേറ്റ്സും അറിയാം. ചിലവര് +2 കഴിഞ്ഞിട്ടുള്ളവരാ, ചിലവര് വർക്കിംഗ് ഇല്ല, ചിലവര് ഫോറിനിൽ ഓൾറെഡി വർക്കിംഗ് ഇല്ല, അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാ തീരുമാനിക്കുന്നത്. അപ്പം ഇൻ ഷോർട്ട്, ഡൈവേഴ്സിഫൈഡ് ആൾക്കാരാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. ആദ്യത്തെ വിനോദം പോയോ? ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ ഇന്ന് അങ്ങോട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസ് തുടങ്ങുന്നില്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഒരാളും കൂടെ വന്നിട്ടുണ്ട്, രേഷ്മ എസ് നായർ. രേഷ്മ എന്ത് ചെയ്യുന്നു? ഹലോ, ഞാൻ സ്റ്റുഡന്റ് ആണ് ആക്ച്വലി. ഓക്കെ. ഞാനിപ്പോ വർക്കിലായിരുന്നു, അപ്പൊ അതാണ് ജോയിൻ ചെയ്യാൻ ഡിലേ ആയത്. ഓക്കെ ഓക്കെ, സാറി. നമുക്ക് മെയിൻലി വരുന്ന ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ആൽഫബറ്റ്സും. ഓക്കെ, ആൽഫബറ്റ്സ് കഴിഞ്ഞ് നമ്പേഴ്സ് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും ആനിമൽസിന്റെ പേരും അങ്ങനെ കുറച്ച് നമ്മൾ KG സെക്ഷൻസിലൊക്കെ LKG HKGയിലൊക്കെ പഠിക്കുന്ന പോലത്തെ കുറച്ച് കുഞ്ഞു സംഭവങ്ങളൊക്കെ ആദ്യം പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്പേഴ്സ് ഫോം ചെയ്യാൻ. ഓ, റിയാക്ഷൻ കൊള്ളാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പയ്യെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറയാൻ തുടങ്ങുന്നു.
ഓരോ വാക്കുകളൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗ്രാമേഴ്സ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് പക്ഷേ എല്ലാ ദിവസവും എന്തെങ്കിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യും. അപ്പം എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യണം എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ആ ടോപ്പിക്സ് ആ ദിവസം തന്നെ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാൻ. ഓക്കെ, ഈ 1 മണിക്കൂറിന്റെ ക്ലാസ് സാറ് പറഞ്ഞതുപോലെ 1 മണിക്കൂറിന്റെ ക്ലാസ് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ജർമ്മൻ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച അത് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ തന്നെ നല്ല എഫേർട്സ് വേണ്ടി വരും അത് ഫുൾ പ്രാക്ടീസ് ചെയ്യാനും. ഞാൻ ഇട്ട് തരുന്നതല്ലാതെ വേറെയും കുറെ പ്രാക്ടീസ് മെറ്റീരിയൽസ് എടുത്തിട്ട് എക്സസൈസ് ഒക്കെ എടുത്തിട്ട് സോൾവ് ചെയ്യാനൊക്കെ അത് നിങ്ങൾ തന്നെ. ഇപ്പൊ നമ്മൾ A1 എൻഡ് ആകുമ്പോഴത്തേക്ക് എന്താ ജർമ്മനി പോകാൻ പറ്റുമോ? ജർമ്മനി പോകാൻ പറ്റും. അതിനുവേണ്ടിയല്ലേ പഠിക്കുന്നത്. അത് എങ്ങനായാലും പോകും, അത് പേടിക്കണ്ട. ജയിക്കോ? ജയിക്കും. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ ജയിക്കും. അത് ശരി. ഞാൻ എന്റെ പരമാവധി ഞാൻ പഠിപ്പിക്കാം, ബാക്കി നിങ്ങളും കൂടെ പഠിച്ചാല് താൻ പാതി ദൈവം പാതി എന്നല്ലേ. അതെ, പഠിച്ച കുറെ പേരെ അറിയാവേ, അതുകൊണ്ട് പറഞ്ഞു. അങ്ങനൊന്നുമില്ല, എല്ലാം നമ്മൾ പഠിക്കുന്നത് പോലെ. നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് A1 മീൻസ് തന്നെ ഒരു ഫൗണ്ടേഷൻ, ഒരു ബേസാ. നമ്മുടെ ബേസ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് പിന്നെ B1 B2 വരുമ്പോഴത്തേക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. ഇത് ആൾക്കാരുടെ ഒക്കെ ബേസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട്, മെയിൻലി ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നവർക്ക് അവര് ജസ്റ്റ് ഈ 1 hour അല്ലാതെ വേറെ ഒരു ടൈമും അവർ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അത് കാരണം എന്റെ കുറെ കൂട്ടുകാരുണ്ട്, അവർ ഓൺലൈൻ ക്ലാസ് പഠിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓൺലൈൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി ഉഴപ്പും. ചിലവർ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യത്തില്ല, വേസ്റ്റ് ആണ് ചിലവർ ചെയ്യാൻ ശ്രദ്ധിക്കത്തില്ല. എന്താ ഓൺലൈൻ ക്ലാസ് വെറുതെ ആണോ? ഏയ് അങ്ങനെ പറയല്ലേ, ഓൺലൈൻ ക്ലാസ് വെറുതെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മളും നമ്മളുടെ എഫേർട്സ് ഇടണം. ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതും അതല്ലാതെ നമ്മളും കൂടെ എഫേർട്സ് ഇട്ടാലേ എന്തെങ്കിലും ഒരു ഔട്ട്കം നമുക്ക് കിട്ടാനൊക്കത്തുള്ളൂ. അത് സ്വാഭാവികം, എല്ലായിടത്തും ആയാലും നമ്മൾ അങ്ങനെ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു A1 തീരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറയാൻ നോക്കും. ഡെയിലി ആക്ടിവിറ്റീസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാൻ ഒക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ പറയാൻ നോക്കും. അതല്ലാതെ നമുക്ക് 4 മോഡ്യൂൾസ് ഉണ്ട്. ഷ്രൈബൻ, ഓക്കെ, ഷ്രൈബൻ മീൻസ് എഴുത്ത്. അതിനകത്തുനിന്ന് A1 വരുന്ന എന്തുവാ, ലെറ്റർ. ഒരു ഇൻഫോർമലും ഉണ്ട്, ഒരു ഫോർമലും ഉണ്ട്. അല്ല, ഒരു ഇൻഫോർമൽ മാത്രമേ ഉള്ളൂ A1-നകത്ത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ സ്പീക്കിങ്ങിനകത്ത് ജസ്റ്റ് ഒരു കുഞ്ഞു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ ആൻസർ എങ്ങനെ പറയുന്നതെന്ന് നമ്മൾ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് ലേസൺ മീൻസ് എന്ന റീഡിങ്. ഒരു പാസേജ് ഉണ്ടായിരിക്കും. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പാസേജസ് എക്സാമിലൊക്കെ എഴുതത്തില്ലായിരുന്നു. പാസേജ് വരുന്നു, അതിനകത്തുനിന്ന് ഓപ്ഷൻസ് കണ്ടെത്തിയിട്ട് അതിന്റെ ആൻസർ തപ്പുന്നു. അതുപോലെ തന്നെയാണ് ഇത് ജർമ്മന്. പാരഗ്രാഫിൽ നിന്ന് ഏതെങ്കിലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രൂ ഓർ ഫാൾസ് ഉണ്ടായിരിക്കും. പാരഗ്രാഫ് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദ പോയിന്റ് A1 സെഷൻസ് തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ പാരഗ്രാഫ് വായിക്കാനും അറിയണം, അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് അത് മനസ്സിലാകാനും കഴിയണം. പിന്നെയാണ് ഹ്യോറൻ മീൻസ് എന്താ, ഹിയറിംഗ്. ഒരു ഓഡിയോ പ്ലേ ആകും, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പം ഓഡിയോ പ്ലേ ആകുന്ന അനുസരിച്ച് ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താന്ന് വെച്ചാൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ പാസേജ് ആ പെർട്ടിക്കുലർ ഓഡിയോയിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. അതാണ് ഈ 4 മോഡ്യൂൾസ് ഉള്ളത്. ഷ്രൈബൻ, ഷ്വെഹൻ, ലേസൺ, ഹ്യോറൻ. ഈ 4 മോഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ത്രൂ സെൽഫ് പ്രാക്ടീസിന് വേണ്ടി പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കാം. കുറെ ഹോട്ട്സ്പോട്ട് പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കാം. അതല്ലാതെ ഈ കാർട്ടൂൺസ് ഒക്കെ ഇല്ലേ, അത് നമുക്ക് വാച്ച് ചെയ്യാം. കാരണം നമ്മൾ കുഞ്ഞിലെ തൊട്ട് കാർട്ടൂൺസ് കണ്ടല്ലേ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചതും കുറെ വാക്കുകളൊക്കെ, പുതിയ വാക്കുകളൊക്കെ. അത് എന്താ, പെട്ടെന്ന് ഒരു ഗ്രാസ്പിംഗ് പവറും ഒരു അട്രാക്റ്റീവ്നെസ്സും ഉണ്ട്. അപ്പൊ അത് കാരണം
കാർട്ടൂൺ ക്യാരക്ടേഴ്സും കാർട്ടൂണിലെ ആ പെർട്ടിക്കുലർ സിനാരിയോസും അതെല്ലാം ഒന്ന് ഗ്രാസ്പ് ചെയ്യാൻ നമ്മളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി അത് ട്രെയിൻഡും ആണ് പ്രിപ്പയർഡും ആണ്. അപ്പൊ അത് ഒത്തിരി ബെനിഫിഷ്യൽ ആയിരിക്കും നമുക്ക്. കാർട്ടൂൺസ് ഒക്കെ ആണെങ്കിൽ മൂവീസ് ഒക്കെ സബ് ടൈറ്റിൽസ് ഒക്കെ വെച്ചിട്ട് മൂവീസ് ഒക്കെ കാണാൻ. ഇതൊക്കെ എന്താ ഒരു കുഞ്ഞു കുഞ്ഞു മീഡിയമാണ് നമുക്ക് നമ്മുടെ ജർമ്മൻ ഒക്കെ ഇംപ്രൂവ് ആക്കാൻ വേണ്ടി. പിന്നെ വൊക്കാബ്സ് മെയിൻ ഇമ്പോർട്ടന്റ് ആണ്. വൊക്കാബ്സ് എത്രത്തോളം നമുക്ക് വൊക്കാബുലറി അറിയുന്നു. കാരണം ജർമ്മൻ ഒന്നും അറിയത്തില്ല. ഓക്കെ, ജസ്റ്റ് നമ്മൾ സീറോയിന്ന് തുടങ്ങുവാണ്. അപ്പൊ എല്ലാ വൊക്കാബ്സ് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള വൊക്കാബ്സ് ഒക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ എഴുതിയിട്ട് വേണം അത് പഠിക്കാൻ. അതായത് ഞാനിപ്പം നമ്മളിപ്പോ ഒരു വീട്ടിൽ താമസിക്കുവാണെങ്കിൽ ഓക്കെ, ഡോറിനെ എന്നാ പറയുന്നത്, ചെയറിനെ എന്നാ പറയുന്നത്, വിൻഡോസ് എന്താ, പിന്നെ നമ്മൾ കഴിക്കുന്ന പാത്രത്തിന് എന്നാ പറയുന്നത്, ഫോണിന് എന്നാ പറയുന്നത്, ബോട്ടിലിന് എന്നാ പറയുന്നത്. നമ്മൾ എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തുടങ്ങും അത്രമാത്രം നമുക്ക് അറിവ് നേടാനാവും. ഇപ്പൊ ക്ലാസ്സിലായാലും പലരുടെ കൂടെ സംഭവിക്കുന്നതാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിലും അത് ചോദിക്കത്തില്ല, അല്ലെങ്കിൽ റെസ്പോൺസ് ചെയ്യത്തില്ലായിരിക്കും. ബാക്കി എല്ലാവരും എന്ത് വിചാരിക്കും, അവര് ഞാൻ പഠിച്ചില്ലെന്ന് വെച്ചാൽ അവരും അറിയും, അങ്ങനെയൊക്കെ. പക്ഷെ അത് ആരുടെ ലോസ്? അത് നിങ്ങളുടെ ലോസ് ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും ക്ലാസ്സിൽ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ക്ലിയർ ചെയ്താൽ പിന്നെ അത് ബേർഡൻ അപ്പ് ആകത്തില്ല. ഓക്കെ, ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ ക്ലാസ്സിനെ പറ്റിയോ, അതോ വേറെ എന്തെങ്കിലും? ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന എന്തെങ്കിലും മീഡിയം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അന്നേരം പറഞ്ഞാല് ഞാൻ ആ പെർട്ടിക്കുലർ വേ ഓഫ് ടീച്ചിങ് ചേഞ്ച് ചെയ്യാം, എന്തെങ്കിലും ഇംപ്രൂവൈസ് ചെയ്യാം, എനിക്കും ചെയ്യാൻ പറ്റും. പറയുന്നത് ഇച്ചിരി സ്ലോ ആക്കണമെങ്കിലും നിങ്ങൾക്ക് പറയാം. എക്സ്പ്ലനേഷൻസ് ഇപ്പല്ല, എക്സ്പ്ലനേഷൻ സമയത്ത് എന്തെങ്കിലും സ്ലോ ആക്കണമെങ്കിൽ അന്നേരം പറയാം. നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാമോ, റിപ്പീറ്റ് ചെയ്ത് തരാമോ? പിന്നെ എന്തെങ്കിലും ക്വയറീസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, റെസ്പോണ്ട് ചെയ്യണേ നിങ്ങൾ എല്ലാവരും. നമ്മൾ കൂടുതൽ റെസ്പോണ്ട് ചെയ്യുമ്പോഴല്ലേ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാകും, നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. മാം, ഇത് ഒരു ടൈമിൽ മാത്രമേ ക്ലാസ് അവൈലബിൾ ഉള്ളൂ ഓൺലൈന്? 8:30 എന്ന് പറഞ്ഞ ടൈം മാത്രമേ ഉള്ളൂ? 8:30 to 9:30 മാത്രമേ ക്ലാസ് അവൈലബിൾ ഉള്ളൂ. പക്ഷെ ഇതിന്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. മാം ഒരു 2 മണിക്കൂർ ആക്കാൻ പറ്റുമോ? വർക്കുണ്ടായിരുന്നു. എന്താ? ആഫ്റ്റർനൂൺ 2 മണി തൊട്ട് 3 മണി. ഇല്ല, അങ്ങനെ പറ്റത്തില്ല. ഇത് എല്ലാവരുടെയും ഒരു ഫീസിബിൾ ടൈം ആയിട്ടാണ് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ടൈം ചൂസ് ചെയ്തത്. റെക്കോർഡിംഗ് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റെക്കോർഡഡ് സെഷൻസ് എങ്കിലും അത് എല്ലാ ദിവസവും ഒന്ന് കേൾക്കണം. ബണ്ടിലപ്പ് ആക്കി വെച്ചാൽ ഉള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പൈൽഡ് അപ്പ് ആക്കി വെക്കത്തേ ഉള്ളൂ. ലാസ്റ്റ് പിന്നെ നമുക്ക് തന്നെ തലകുണ്ടാകും ഇത്ര സാര പഠിക്കണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഡെയിലി നടക്കുന്ന ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുമോ? ഗ്രൂപ്പിലല്ല, അത് സൈറ്റിൽ അപ്ലോഡ്. അത് സാർ പറഞ്ഞു തരും. അർജുൻ സാർ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചേക്കും. അപ്പൊ ഇടയ്ക്ക് ഇൻ കേസ് ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി വരാൻ നേരത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. അത് സാർ മെസ്സേജ് അയച്ചേക്കും. അത് വേറെ ആർക്കെന്തെങ്കിലും? ഓൾമോസ്റ്റ് നമ്മൾ 1 year സ്പെൻഡ് ചെയ്യുന്നില്ല ഇതിനു വേണ്ടി. അപ്പം നമുക്കിത് കിട്ടിയില്ല, അല്ലെങ്കിൽ അതല്ല കിട്ടുമെന്നല്ല, കിട്ടത്തില്ലെന്നല്ല, ടൈം പോകത്തില്ലേ? കിട്ടും, ജയിപ്പിച്ചൊന്നും കിട്ടും. വിശ്വസിച്ച് അങ്ങോട്ട് പഠിച്ചിട്ട് അങ്ങോട്ട് എഴുതുക. കിട്ടും, കിട്ടാതല്ലാതെ ഇങ്ങോട്ട് പോവാനാ? അങ്ങനെ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നു അത്രത്തോളം. നമ്മുടെ ഫ്ലുവൻസി ആണ് സ്പെഷ്യലി ചെക്ക് ചെയ്യുന്നത്. പിന്നെ ഓരോ ഭാഗ്യം. മാം,
പറ. ഓഡിയോ കേട്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ആ അത് നമ്മ ഹോംവർക്ക് പോലെ ചെയ്യേണ്ടതാണോ? അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും? അത് പ്രൊവൈഡ് ചെയ്യും. പ്രാക്ടീസിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി സമയം. ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ അപ്പൊ എങ്ങനെയാ സെൻഡ് ചെയ്യുന്നേ? മോക്ക് ടെസ്റ്റ് ഒക്കെ ഇപ്പൊ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് അല്ലേ വരുന്നത്. അപ്പൊ സാറ്റർഡേ സൺഡേ ഒരു പ്രിപ്പറേഷൻ ടൈം ആയിരിക്കും. നിങ്ങൾക്ക് പഠിച്ചിട്ട് മൺഡേ നമ്മള് ഗ്രൂപ്പിനകത്തോട്ട് ഇത് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യത്തേ ഉള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ നോക്കാതെ എഴുതുവോ നോക്കി എഴുതുവോ എല്ലാം. അത് നിങ്ങളുടെ ലോസ് ആയിരിക്കും അത്. ഓക്കെ ഓക്കെ. എല്ലാ ആഴ്ചയിലും ഒരു മോക്ക് ടെസ്റ്റ് കാണുവേ. ആ ഫുൾ ആഴ്ചയിൽ പർട്ടിക്കുലർ വീക്ക്ലി ആണോ അപ്പം മോക്ക് ടെസ്റ്റ് വരുന്നേ? വീക്ക്ലിയാ. എല്ലാ മൺഡേയിലും മോക്ക് ടെസ്റ്റ് വരും. അപ്പൊ ഈ 4 മോക്ക് ലിസ്റ്റ് 4 അല്ല. ആദ്യം നമ്മൾ ഗ്രാമറിന്റെ ഒക്കെയാ. പിന്നെ ഗ്രാമർ ഇച്ചിരി ഒന്ന് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി 2 കാര്യങ്ങളും തുടങ്ങുന്നത്, ലേസനും ഹ്യോറനും. കാരണം വൊക്കാബ് ഒന്നും ഒരു ബേസിക് ഇട്ടാതെ തുടങ്ങുന്നത് ശരിയല്ല, മനസ്സിലും ആകത്തില്ല. അപ്പൊ ലൈക്ക് ഈ A1 ഫിനിഷ് ആവാൻ ഓൾമോസ്റ്റ് എത്ര ടൈം എടുക്കും? ഒരു 40 days, 2 months. ഓക്കെ. 2 months വിത്ത് A1 പ്രിപ്പറേഷൻ ടൈം എല്ലാം നോക്കിയിട്ട്. ഇപ്പൊ ഈ A1 ക്ലാസ് ഒക്കെ ഉണ്ട്, അതിന്റെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ? A1 ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? ഉണ്ട്. അതിൽ പാസ്സായാലാണോ പിന്നെ A2 തുടങ്ങുക? ഓക്കെ. അത് ഈ ബാച്ച് വൈസ് തന്നെ ആയിരിക്കും അതോ പാസ്സായിട്ട് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് നെക്സ്റ്റ് A2 ആയിട്ട് തുടങ്ങായിരിക്കും? ബാച്ച് വൈസ് തന്നെ. ബാച്ച് വൈസ് തന്നെ ആയിരിക്കും അല്ലേ? ബാച്ച് വൈസ് തന്നെ ആയിരിക്കും. ഓക്കെ. ഇപ്പൊ ജർമ്മൻ ലാംഗ്വേജ് തന്നെ 2 ടൈപ്പ് ഇല്ലേ? സൗത്തും നോർത്തും ആണോ നിങ്ങൾ പറയുന്നത്? അല്ല, 2 ടൈപ്പ് ഓഫ് ലാംഗ്വേജ് വരുന്നില്ലേ? അത് എക്സാമിനേഷൻസാ, ഗോയിറ്റയും ടെൽക്കും. ഓക്കെ. നമ്മൾ ഏതാണ് ചെയ്യുന്നത്? നമ്മൾ ഗോയിറ്റ്. അല്ല മാം, ഈ ഗോയിറ്റിന്റെയും ടെൽക്കിന്റെയും എക്സാം പ്രിപ്പറേഷൻ അല്ലേ വ്യത്യാസമുള്ളൂ? ടോപ്പിക് എല്ലാം സെയിം അല്ലേ? ബാക്കി എല്ലാം എക്സാം പ്രിപ്പറേഷൻ മാത്രമേ. ലാസ്റ്റ് B2 വരുമ്പം B2 ഉള്ള എക്സാമിന് എഴുതുമ്പോൾ മാത്രമേ ഡിഫറൻസ് ഉണ്ടായിരിക്കത്തുള്ളൂ. എക്സാം പ്രിപ്പറേഷൻ സിലബസ് ഒക്കെ സെയിം അല്ലേ രണ്ടും? സിലബസ് ഒക്കെ സെയിം തന്നെയാണ്. നമ്മൾ ഒരു സെന്റൻസ് ഫോർമേഷൻ ചെയ്യുമ്പോൾ എന്തോ ഗ്രാമർ ആണ് നോക്കേണ്ടത്, വൊക്കാബ് ആണ് നോക്കേണ്ടത്. അപ്പൊ അതാണ് മെയിൻ ബേസിക്. നമ്മുടെ ബേസിക് ക്ലിയർ ആണെങ്കിൽ പിന്നെ B2 B1 പിന്നെ പ്രശ്നം അങ്ങനെ വരത്തില്ല. B1 വരെയുള്ള ഗ്രാമേഴ്സ് ആണ് കൂടുതലുള്ളത്. പിന്നെ B2ക്ക് അകത്ത് നമ്മൾ കൂടുതൽ ഡെയിലി ലൈഫിൽ എങ്ങനെ ഒരു ടോപ്പിക് തന്നിട്ട് എങ്ങനെ പറയുന്നോ അതാണ് നമ്മൾ നോക്കുന്നത്. പഠിപ്പിക്കുന്ന നോട്ടൊക്കെ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുമോ? PDF ആയിട്ട് ഗ്രൂപ്പിൽ അയക്കും. ഡെയിലി നടക്കുന്ന ക്ലാസ്സിന്റെ കാര്യം? ഡെയിലി നടക്കുന്ന ക്ലാസ്സിന്റെ ആ ദിവസം തന്നെ എന്തൊക്കെയാ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ നോട്ട്സ് ഒക്കെ പ്രയർലി നിങ്ങൾക്ക് അയക്കും. അപ്പൊ നിങ്ങളെ നോട്ട്സ് ജസ്റ്റ് ഫോണിൽ തന്നെ വെക്കാതെ അതിന് എഴുതിയെടുക്കും. നിങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയെടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇനി എല്ലാ ദിവസവും ഇത് വൊക്കാബിന്റെ PDF ഞാൻ അയക്കുവേ.
അപ്പം എല്ലാ ദിവസവും ഒരു 2 പേജ് വെച്ച് ആ വൊക്കാബ്സ് ഒന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ആ. വേറെ എന്തേലും? മാം പിന്നെ B2 ഫിനിഷ് ആവുമ്പോ എത്ര ടൈം എടുക്കും? B2 വരെ ഫിനിഷ് ആവുമ്പോ 8 months. A1 2 months, A2 2 months, പിന്നെ B1 2 months, B2 2 months. അങ്ങനെ. ഓക്കെ. അരമണിക്കൂർ ഉണ്ടാവുള്ളൂ ക്ലാസ്. അരമണിക്കൂറോ? 1 മണിക്കൂർ. സോറി. 1 മണിക്കൂർ. കൃത്യം 9 മണി ആ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9:30. 9:30 ചെയ്തു. ബാക്കി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിന് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ക്ലാസിന്റെ കാര്യത്തിലാ? ക്ലാസിന്റെ കാര്യത്തില്. ചിത്ര രമേശ് പിന്നെ ആഡ് ആയതാണോ? അത് കേറാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ. ചിത്ര എന്നാ ചെയ്യുന്നു? ചിത്രയല്ല, ചൈത്ര. ചൈത്ര എന്നാ ചെയ്യുന്നു? ഞാനിപ്പോ ഡിഗ്രി സ്റ്റുഡന്റ് ആണ്, സെക്കൻഡ് ഇയർ. ഓക്കെ, ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. ഓക്കെ ഓക്കെ. എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ചില പ്രശ്നമൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വൈകുന്നേരം ആയിരിക്കും ഞാൻ എത്തുക. അപ്പം എനിക്ക് ഹോംവർക്ക് കാര്യങ്ങൾ അസൈൻമെന്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ക്ലാസ് എടുത്തതല്ലേ, ജർമ്മൻ എടുത്തതല്ലേ, പഠിക്കാൻ എടുത്തതല്ലേ? അങ്ങനെയല്ല, ഒരു നൈറ്റ് മാത്രമേ പറ്റത്തുള്ളൂന്ന്. നൈറ്റ് മാത്രം പറ്റും. അത് കഴിഞ്ഞിട്ട് എപ്പോഴാ ഹോംവർക്കോ അസൈൻമെന്റ്സ് എന്തെങ്കിലും എഴുതുന്നതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് അയച്ചാൽ മതി. ഞാൻ ചെക്ക് ചെയ്തോളാം. പിന്നെ നൈറ്റിൽ എഴുതിയിട്ട് പിന്നെ അയച്ചാൽ മതി. ഓക്കെ, ഫീസിബിൾ ആയ ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. ക്ലാസ് മാക്സിമം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കണം. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഹോംവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അസൈൻമെന്റ് അത് മേ ബി മാത്രം. പക്ഷേ ചില ടൈമില് നൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. ഫീസ് സ്ട്രക്ചർ ഒന്നും പറയാൻ പറ്റുമോ? അത് സാറിനോട് ചോദിച്ചാൽ മതി, അർജുൻ സാറിനോട്. ഞാൻ ചോദിച്ചിരുന്നു, പക്ഷെ അതിന് എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ വിളിച്ചപ്പോ സംസാരിച്ചിരുന്നു അവരോട്, പക്ഷെ എനിക്ക് മെസ്സേജ് അയച്ചപ്പോ റിപ്ലൈ കിട്ടിയിട്ടില്ലായിരുന്നു. ചൈത്ര അല്ലേ? അതെ. അത് പറഞ്ഞേക്കും, സാർ പറഞ്ഞേക്കും. എൽസ ഉണ്ടോ? എൽസ
ജർമ്മനി ജർമ്മനിന്റെ ക്യാപിറ്റൽ ഏതാ? ആർക്കെങ്കിലും അറിയോ? ബെർലിൻ അല്ലേ? ബെർലിനാണോ? ബെർലിൻ തന്നെയാ. ബോർഡർ കൺട്രീസ് എന്ന് പറയാമോ? ആരെങ്കിലും? ചെക്ക് റിപ്പബ്ലിക്, ലക്സംബർഗ്, ആ നെതർലാൻഡ്, ആ ബെൽജിയം, ആ ഡെൻമാർക്ക്, ഓക്കെ, പോളണ്ട്, സ്വിറ്റ്സർലാൻഡ്, ഇതൊക്കെയാണ് സിസ്റ്റർ കൺട്രീസ് അല്ലെങ്കിൽ നെയ്ബറിംഗ് കൺട്രീസ് എന്ന് പറയും. ഓക്കെ, ബോർഡർ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മള് ജർമ്മനിയിൽ തന്നെ പറഞ്ഞാലും നോർത്തും സൗത്തും ഉണ്ട്. ഓക്കെ, അപ്പം അവിടെ നമ്മള് ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ നോർത്തിലോട്ട് പോകുന്ന ലാംഗ്വേജിൽ ഡിഫറൻസസ് ഇവിടെ വാസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ജർമ്മൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്ലൈറ്റ് മൈന്യൂട്ട് ഡിഫറൻസസ് ഉണ്ടായിരിക്കും ആക്സെന്റിലും പറയുന്നതിലും വാക്കിലും ഒക്കെ. കേരളത്തിൽ തന്നെ നോർത്തും സൗത്തിലും നല്ല ഡിഫറൻസ് ഇല്ലേ? അതുപോലെ തന്നെയൊക്കെ നമ്മളുടെ നോർത്ത് ജർമ്മനിലും സൗത്ത് ജർമ്മനിലും ആയിട്ട് ഇച്ചിരി ഡിഫറൻസ് ഒക്കെ വരും. മാം ജർമ്മനിയിലാണ്. ഞാൻ ജർമ്മനിയിലല്ല, ഞാൻ നാട്ടിൽ തന്നെയാണ്. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? മാം B2 ക്ലിയർ ചെയ്തതാണോ? ആ എന്നാ പിന്നെ ഇന്ന് നമുക്ക് ചെറുതായിട്ട് ആൽഫബറ്റ്സ് ഒക്കെ ഒന്ന് നോക്കിയാലോ? ആൽഫബറ്റ്സ് നോക്കാം. ഓക്കെ. ഓക്കെ, ഞാനിപ്പം ഗ്രൂപ്പിൽ അയച്ചേക്കാം.
എല്ലാവർക്കും കിട്ടിയോ? കിട്ടി. ഓക്കെ. ഇംഗ്ലീഷിലെ സെയിം ലെറ്റേഴ്സ് തന്നെയാ, ജസ്റ്റ് അതിനകത്തൊരു 4 ലെറ്റേഴ്സ് ഇച്ചിരി എക്സ്ട്രാ ഉണ്ട്. അതല്ലാതെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതിന് ഡിഫറൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് എ, നമ്മൾ ഇംഗ്ലീഷിൽ എ പറയുമ്പോൾ ജർമ്മനിൽ അത് പറയുന്ന ജർമ്മൻ മീൻസ് എന്നാ, നമ്മൾ അവിടെ പറയുന്ന ഡോയിഷ്. ഓക്കെ, ജർമ്മൻ ലാംഗ്വേജിനെ നമ്മൾ ഡോയിഷ് എന്നും പറയും. അപ്പൊ ഡോയിഷ് പറയുന്നതാണ് ആ. ഓക്കെ, താഴെ നമ്മൾ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ടുണ്ട്. AH ആ. ഓക്കെ, പിന്നെ ബി ആണ് ബേ, സി ആണ് സേ, ഡി ആണ് ഡേ, ഇ ആണ് എ. ഓക്കെ, ശ്രദ്ധിക്കണം, ഈ എ ആയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, അതേസമയം എ ആ ആയിട്ട്. ഇനി അടുത്താണ് എഫ്. ഓക്കെ, എഫിന് നമ്മൾ എഫ് തന്നെയാ പറയുന്നത്. ജി ആണ് ജെ, എച്ച് ആണ് ഹ, ഐ ആണ് ഇ. ഓക്കെ, ഐ നമ്മൾ ഇ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നോട്ട് ഡൗൺ ചെയ്തേക്കണേ. ഐ നമ്മൾ ഇ. പലപ്പോഴും അവിടെ നമ്മൾ കൺഫ്യൂസ് ആകാറുണ്ട് ഇയും ഐയും വരുമ്പോഴത്തേക്ക്. എ ഇ ഐ ആ മൂന്നുമാണ് കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള വാക്കുകൾ. എ ആണ് ആ, ഇ ആണ് എ, അതേസമയം ഐ ആണ് ഇ. ഓക്കെ, പിന്നെ ജെ, ജെ ആണ് യോട്ട് എന്ന് പറയും. ഓക്കെ, പറയുന്നത് യോട്ട് ആണെങ്കിലും ജെ ആൽഫബറ്റിന് നമ്മൾ പറയുന്നത് യോട്ട് ആണെങ്കിലും പ്രൊനൗൺസ് ചെയ്യുന്നത് യാന്ന. ഓക്കെ, യാന്ന പറയുന്നത് നമ്മള്. അത് കഴിഞ്ഞിട്ടാണ് കെ വരുന്നത്. കെ ആണ് ക, എൽ ആണ് എൽ, എം ആണ് എം, എൻ ആണ് എൻ, ഒ ആണ് ഒ, പി ആണ് പേ. എൽ എം എൻ ഒ അത് സെയിം തന്നെയാ. ഓക്കെ, ക, എൽ എം എൻ ഒ, പേ, കു. ഓക്കെ, ക്യൂ ആണ് കു. പിന്നെ ആണ് ആർ, എർ, എർ എന്ന് പറയുന്നത് അതിനെ. ഓക്കെ, ആർ എർ. എസ് ആണ് എസ്, ടി ആണ് ടേ. ഓക്കെ, ടേ. പിന്നെ നമ്മൾ യു ആണ് പറയുന്നത് ഉ. ഓക്കെ, ഉ. വി ആണ് ഫൗ. അപ്പം വി ലെറ്റർ എവിടെ വന്നാലും അതിനെ ഫ എന്നാ പ്രൊനൗൺസ് ചെയ്യുന്നത്. പറയുന്നത് നമ്മൾ ഫൗ ആണെങ്കിലും പ്രൊനൗൺസ് ചെയ്യുന്നത് അത് ഫ ആയിരിക്കും. ഡബ്ല്യു ആണെങ്കിൽ വേ. ഓക്കെ, ഡബ്ല്യു ആണെങ്കിൽ വേ. എക്സ് ആണെങ്കിൽ എക്സ്. ഓക്കെ, എക്സ്. വൈ ആണെങ്കിൽ യുപ്സിലോൺ. ഓക്കെ, ഉപ്സിലോൺ. വൈ ആണെങ്കിൽ ഉപ്സിലോൺ. പിന്നെ സെഡ് ആണെങ്കിൽ സെറ്റ്. പറയുന്നത് സെറ്റ് ആണെങ്കിലും സ് അങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത് സ്. ഓക്കെ, ഞാൻ പറയാം. ആ, ബേ, സേ, ഡേ, എ, എഫ്, ജെ, ഹ, ഇ, യോട്ട്, ക, എൽ, എം, എൻ, ഒ, പേ, കു, എർ, എസ്, ടെ, ഉ, ഫൗ, വേ, എക്സ്, യുപ്സിലോൺ, സെറ്റ്. ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ആൽഫബറ്റിന് ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലായോ? അജിത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് വായിക്കാവോ? ആ, ബി, ആ, ടി, ഡേ, സേ, എ, സേ, സേ, ഡേ, എ. ഓക്കെ.
ദിയ സെക്കൻഡ് ലൈൻ ഒന്ന് വായിക്കാമോ? എഫ് ആ ഗെ ഹ ഇ യോട്. ഓക്കെ. സന്ദേശ സുഷ്മിത തേർഡ് ലൈൻ ഒന്ന് വായിക്കാമോ? ഏ A, B, ആ, C, D, E, F, ഉം, G, H, I, J, K, ക, H, L, M, N, O, P, Q, R, S, T, U, ഉ ഉ U, ആ V, വി എന്താ പറയുന്നത്? Four, ഫൗ. four. ഓക്കെ, വി ഫൗ ആണ് പറയുന്നത്. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഫ എന്നാ. നമുക്ക് എന്തെങ്കിലും സെന്റൻസ് വരുമ്പോ വി ആയിട്ടല്ല നമ്മള് പറയുന്നത്, ഫ ആയിട്ടാണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അടുത്തത് Way, വേ. way, നെക്സ്റ്റ് X, Epsilon, ആ ഉപ്സിലോൺ. Epsilon. ഓക്കെ. നെക്സ്റ്റ് അജിത്. ആ ഞാൻ വായിച്ചായിരുന്നു. ആദിത്യ. ആദിത്യൻ ആദിത്യ അമൽ. ഏത് ലൈനാ മാം? സെക്കൻഡ് ഏത് ലൈൻ മൊത്തം വേണോ? ഫുൾ കഴിഞ്ഞില്ലേ? സ്റ്റാർട്ടിംഗ് വായിച്ചു. A, B, C, D, E, F, എ എ ഇ ആണ് എ. A, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, യു അല്ല ഉ. U, V, W, X, Y, Z. ഓക്കെ. മുസിന ഫാത്തിമ. Okay, ma'am. K, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Epsilon, Z. ഉപ്സിലോൺ സെറ്റ്. വെരി ഗുഡ്. അടുത്തയാണ് വിവേക്. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, V, W, X, Y, Z. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആൽദസ്. മറിയ.
A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Foul, Y, foul. tau, V, X, Y, Z. ഓക്കെ, ആൽഡസ് ഒന്ന് പറഞ്ഞേ. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. നമ്മൾ വി എന്നാ പറയുന്നത്, പ്രൊനൗൺസിയേഷൻ എങ്ങനാ വീന്റെ? O, ഫ. O. ഓക്കെ, ഫ. ഓക്കെ, ഇപ്പം ഫാദറിനെ നമ്മൾ പറയുന്നത് VATER. ഓക്കെ, VATER ആണ് ഫാദർ, അതായത് ഫാറ്റർ എന്ന് പറയും. അപ്പൊ ഇവിടെ വി നമ്മൾ ഫ എന്നാ പറയുന്നത്, ഫാറ്റർ. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഇംഗ്ലീഷിൽ നമ്മൾ വാൻ പറയുവാണെങ്കിൽ അതേസമയം ആ സെയിം വേർഡ് ജർമ്മനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഫാൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ വി എപ്പോഴും ഫ എന്നാ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? ഹംസ, ഉണ്ടോ? Yeah, പറഞ്ഞോളൂ. ജെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? Yacht. ഓക്കെ, അത് പറയുന്നത് ജെ അങ്ങനാ. പ്രൊനൗൺസിയേഷനോ? പ്രൊനൗൺസിയേഷൻ ജോട്ട് എന്നല്ല വരിക. യ എന്ന് പറയും. ഓക്കെ, യ എന്ന് പറയും. ഇപ്പൊ എവിടെയെങ്കിലും ജെ കൊണ്ട് ഒരു വേർഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ യ എന്ന് വെച്ചായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്, ജെ വെച്ച് പറയത്തില്ല നേരം. ഓക്കെ, ചൈത്ര, ഓക്കെ. പറയാമോ? ലെറ്റേഴ്സ് ഒന്ന് പറയാമോ? A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, ഫൗ, ഫൗ. W, X, Y, Z. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഷെറിൻ, സയാൻ, രേഷ്മ, എൽസ, ഗീതാദേവി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ നെക്സ്റ്റ് ലാസ്റ്റിലെ 4 ലെറ്റേഴ്സ് കണ്ടോ? അതിനെ ഏത് വേളി 2 കുത്തില്ലേ, അതിനാ പറയുന്നത് ഉംലോട്ട് എന്ന്. UMLAUT, ഉംലൗട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സെന്റൻസ് പറയും എ ഉംലോട്ട്, യു ഉംലോട്ട്, ഒ ഉംലോട്ട്, ലാസ്റ്റിനെയാണ് ഷാർഫസിസ് എന്ന് പറയും. ഷാർഫസിസ് അല്ലെങ്കിൽ എസെറ്റ്. ഓക്കെ, ഷാർഫസിസ് അല്ലെങ്കിൽ എസെറ്റ് എന്ന് പറയും. ഇപ്പം എ അല്ലേ, കണ്ടോ താഴത്തെ പ്രൊനൗൺസിയേഷൻ കണ്ടോ? എ ഉംലോട്ടിനെ നമ്മൾ എ എന്നേ പറയത്തുള്ളൂ. ഓക്കെ, ഞാനിപ്പം പറയുക ഫാറൻ, FAHREN, നോർമൽ തന്നെ ഫാറൻ. ഓക്കെ, അതിനകത്ത് FAHREN മീൻസ് ആണ് ടു ഡ്രൈവ്. ഓക്കെ, അതേസമയം ഞാനിപ്പം എന്റെ മണ്ടിക്ക് ഉംലോട്ട് ഇട്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ പറയുന്നതിന് ഫേറൻ. ഡിഫറൻസ് മനസ്സിലായോ? FAHREN, ഫാറൻ.
അതേസമയം ടു ഡ്രൈവ് അത്. അതേസമയം എഫ് എന്റെ മേളിൽ ഉംലോട്ട് ഇട്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രൊനൗൺസിയേഷൻ വന്നിരുന്നെങ്കിൽ ഫേറൻ. ആ ഒരു ഡിഫറൻസിയേഷൻ കണ്ടോ? അപ്പൊ ഒരു ഉംലോട്ട് കാരണം എല്ലാം ചേഞ്ച് ആകാൻ, പ്രൊനൗൺസിയേഷൻ തന്നെ ഡിഫറൻസ് ആകാൻ ചാൻസ് ഉണ്ട്. അതേസമയം നിങ്ങൾ ഈ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് എക്സാക്ട് വാക്കുകൾ പഠിച്ചാലും സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കും. ഓക്കെ, എ ഉംലോട്ട് ആണെങ്കിൽ എ, യു ഉംലോട്ട് ആണെങ്കിൽ യു. യു ഉംലോട്ടിന് യു എന്നാ പറയുന്നത്. അതേസമയം നോർമൽ യു ഊന്ന നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതേ സമയം ഓ ഉംലോട്ട് ആണെങ്കിൽ ഓയ്. ഓക്കെ, ഓയിഷ്, ഓയ് എന്ന് പറയും. അത് ഓരോ വേർഡ്സ് വരുമ്പോഴത്തേക്ക് കിട്ടിക്കോളും, ഓയ്. പിന്നെ ഷാർഫസ് ആണെങ്കിൽ എസിന്റെ സൗണ്ട് തന്നെ അതിന് വരുന്നത്, സ്, സെറ്റ്, സ്. ഓക്കെ, സ് എന്നാ. ഈ എ ഉംലോട്ട്, യു ഉംലോട്ട്, ഓ ഉംലോട്ട്, ഷാർഫസിസ്, ഇതാണ് എക്സ്ട്രാ വേർഡ്സ്. ഓക്കെ, എക്സ്ട്രാ വേർഡ്സ് ഇതാണ്. അതല്ലാതെ വരുന്നതാണ്, എഴുതിക്കോ, ഐ ഇയും ഐ ഇ. നെക്സ്റ്റ് ആണ് ഇ ഐ. ഒരു സെന്റൻസ് വരുന്നത് പ്രൊനൗൺസിയേഷൻ ഞാൻ പറയാനേ. ഐ ഇ ഐ, പിന്നെയാണ് ഇ യു. ഈ 3 എക്സ്ട്രാ പെയർ ഓഫ് സെറ്റ്സ് എഴുതി വെച്ചേക്കണേ. നാളെ പറഞ്ഞു തരാം ഇത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്. ഇനി ജർമ്മൻ ആൽഫബറ്റ് പ്രൊനൗൺസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? ഏതെങ്കിലും വാക്കുകൾ മനസ്സിലാകാതിട്ടുണ്ടോ? എല്ലാവർക്കും മനസ്സിലായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ചോദിച്ചാൽ മതിയേ. ശരി, എന്നാ പിന്നെ ഗുഡ് നൈറ്റ്.